മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായി കയറ്റുമതി മേഖല. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം നിലച്ചതോടെ കമ്പനികൾ കാർഗോ ബുക്കിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. വിമാനമാർഗവും ചരക്കുകൾ പോകുന്നില്ല. കേരളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി നടക്കാറുണ്ട്. എന്നാൽ സംഘർഷത്തിനു മുമ്പ് കപ്പൽ മാർഗം പോയ കണ്ടെയ്നറുകൾ പോലും മറുകരയിലെത്തിയിട്ടില്ല. 7 കണ്ടെയ്നറുകളിലായി KNP എക്സ്പോർട്ടേഴ്സിന്റെ 200 ടൺ പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത്. കയറ്റുമതിക്കായി ഒരുക്കിയ 30,000 കിലോ പഴവർഗ്ഗങ്ങൾ പിൻവലിക്കേണ്ടിയും വന്നു. കഴിഞ്ഞ 28-ാം തീയതി നമ്മൾ കണ്ടെയ്നർ ഏറ്റു പോയ ഷിപ്പുകളൊക്കെ ഇപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നില്ലാത്ത രീതിയിൽ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അത് ചിലപ്പോൾ ഇങ്ങോട്ട് റിട്ടേൺ വന്ന് നമുക്ക് കമ്പനിക്ക് ഭയങ്കര ലോസ് ആയിരിക്കും. അങ്ങോട്ട് പോയാലും നമുക്ക് ചെറിയ രീതിയിൽ സാധാരണ രീതിയിൽ പോകാത്തത് കൊണ്ട് അതിൻ്റെ ചെറിയൊരു ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, യുദ്ധം മൊത്തത്തിൽ നടക്കുന്നത് വേറെ ഏതോ ഭാഗത്താണെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരെ വരെ നല്ല രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പച്ചക്കറി പഴവർഗ്ഗങ്ങളായതിനാൽ തിരിച്ചെത്തിയാലും ഇവിടുത്തെ വിപണിയിലും വിറ്റഴിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. വിമാനമാർഗം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി നിലച്ചതിനു പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയും ഇടിഞ്ഞു. നിലവിൽ മസ്കറ്റിലേക്ക് ഒമാൻ എയർ, റിയാദിലേക്ക് ഫ്ലൈനാസ്, സൗദി എയർലൈൻസ് എന്നീ 3 വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.